ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കും. നമ്മുടെ കഥയുടെ ബാക്കി എന്ന് പറയുന്നത് കഥാനായകൻ റോബിനും സുധിയും ഒരു ബാറിൽ പോയിരുന്ന ഓരോ പെഗടിച്ച് അവർ തമ്മിൽ നോക്കി ചിരിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അത് കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്ലാഷ് ബാക്കാണ് കാണിക്കുക. ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നത് അവരുടെ മക്കളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. മക്കൾ കൊച്ചു പരുവം തൊട്ടേ എന്തൊക്കെയോ പ്രത്യേകതരം രീതിയിലാണ് അവർ നടക്കുക. ഒരു കണ്ണിൽ കണ്ട ജീവികളെല്ലാം സൈക്കോ രീതിയിൽ കൊന്നു കളയുന്ന രീതിയാണ്. രണ്ടുപേരും ഒരേ രീതിയിൽ സൈക്കോ രീതിയിൽ കൊച്ചു പരുവം തൊട്ടേ അവരിങ്ങനത്തുള്ള രീതിയാണ് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് അവർക്ക് വളരും തോറും അവരുടെ രീതിയിലുള്ള സൈക്കോ രീതിയിലുള്ള ചിന്തകളിങ്ങനെ വന്ന് അറ്റ് ലാസ്റ്റ് ഇപ്പോൾ കൊലപാതകത്തിലേക്ക് തിരിഞ്ഞു. എങ്ങനൊരു കൊലപാതകം ചെയ്താൽ പിടിക്കാതിരിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വന്നു. പിന്നെ അവരെങ്ങനെ തെളിവുകളില്ലാതെ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള രീതിയിൽ അപ്പോഴാണ് വീട്ടുകാർ അവനെ ഡോക്ടറിനെ വിടുന്നത്. ഡോക്ടറിനെ വിട്ടപ്പോൾ അവർക്ക് എങ്ങനെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടി. അവർക്ക് ഒരു തെളിവ് പോലും കിട്ടാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർ ഡോക്ടർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് തന്നെ കിട്ടി. അങ്ങനെ രീതിയിലുള്ള ചിന്തകളിങ്ങനെ വന്നപ്പോൾ അങ്ങനെ ചിന്തകൾ വന്നപ്പോഴാണ് ഓരോ ആൾക്കാരെ ഇങ്ങനെ കൊല്ലാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോ ശരീരങ്ങൾ എങ്ങനെ കൊല്ലുമെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ശരീരങ്ങൾ ഓരോ ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക റൂമുണ്ട്. ആ റൂമിലിട്ട് അവരെ മാനസികമായിട്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അങ്ങനത്തുള്ള രീതിയിലുള്ള മർദ്ദനങ്ങളെല്ലാം കഴിഞ്ഞ് അവരുടെ ശരീരങ്ങൾ കഷ്ണങ്ങളാക്കി ഓരോ കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അവരുടെ ശരീരങ്ങളിൽ ഒരു തെളിവ് പോലും വെക്കാത്ത രീതിയിൽ എന്തൊക്കെയോ മരുന്നുകൾ കുത്തിവെക്കുന്നു. എന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവർ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പള്ളികളിൽ ശവപ്പെട്ടികളിലായിട്ട് ഒരു ജഡം കൊണ്ട് പോകില്ലേ, ഒരു ശവക്കുഴിയിലേക്ക്. ആ ശവക്കുഴിയിൽ ഒരു ജഡം വരുന്നവരെ ഒരു ശരീരം ശവപ്പെട്ടിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്നു. അങ്ങനെ ഒരു ശവപ്പെട്ടി വരുന്ന സമയത്ത് അങ്ങനൊരു മരണം സംഭവിക്കുന്ന സമയത്ത് അവർ ആ ശരീരം ഓരോ പീസുകളാക്കി അവർ ആ ശവപ്പെട്ടിയിലിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നാളെ. ശുഭദിനം.